11ാം പദ്ധതിയുടെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ കേരള വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2006 തന്നെ കാസർഗോഡ് നഗരസഭ ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മധൂർ പഞ്ചായത്തിലെ മധൂർ വില്ലേജിൽ 5 ഏക്കർ 46 സെന്റ് സ്ഥലം വിലക്ക് വാങ്ങിയിട്ടുണ്ട്. അതനുസരിച്ച് അവിടെ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സൈറ്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിന് അവിടുത്തെ മധൂർ പഞ്ചായത്ത് ബോർഡിന് അപേക്ഷ നൽകി. അപേക്ഷ മധൂർ പഞ്ചായത്ത് ബോർഡ് നിരാകരിക്കുകയും തുടർന്ന് കൌൺസിൽ വീണ്ടും ആവശ്യത്തിന് പുസ്തക ആവശ്യത്തിന് തന്നെ അപ്പീൽ നൽകാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷെ അപ്പീൽ നിരാകരിക്കുകയും ഇവിടെ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് പകരം നിലവിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കണം, പ്ലാന്റ് സ്ഥാപിക്കണമെന്നുള്ള ഒരു ഉപദേശമാണ് മധൂർ പഞ്ചായത്ത് തന്നത്. പെട്ട കൊല്ലങ്കാന എന്ന പ്രദേശത്ത് ആരും അറിയാത്ത പോലെ, കാരണം വളരെ നിഗൂഢമായ രീതിയിൽ ഒരു 5 ഏക്കർ 20 സെൻസ് അത് എടുത്തതിന് ശേഷം അവർ അതിന്റെ ചുറ്റുമതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത് വെക്കുമ്പോൾ മാത്രമാണ് പഞ്ചായത്തിന് ഞങ്ങൾക്ക് പെർമിഷൻ തരണം എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ അവിടുന്നൊരു കടലാസ് അയച്ചത്. അപ്പോൾ അത് ഏതുകൊണ്ടോ അവിടുത്തെ ജനങ്ങളെ എതിർപ്പുണ്ട്. കാരണം അവിടെ ഒരു പ്ലാന്റിന്റെ പ്രശ്നമല്ല, ഇപ്പൊ ഇവിടുത്തെ ഈ സ്ഥിതിയെ നോക്കിയിട്ട് ഇതിന്റെ ദുരിതം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് പല എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ചിട്ട് എല്ലാ സർവകക്ഷി യോഗങ്ങൾ കൂടിയിട്ട് ഇവിടെ ഇത് വരാൻ പാടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത് തന്നെ ഇത് മധുവാഹിനി പുഴയാണ്, പുഴയ്ക്ക് ചുറ്റും കൃഷിസ്ഥലമാണ്. ഇപ്പോൾ അതുകൊണ്ട് അതിന്റെ ഈ മലിനങ്ങളൊക്കെ ഈ പുഴയ്ക്ക് വന്നിട്ട് 100 മീറ്റർ അപ്പുറം തന്നെ പുഴയുള്ളത്. അതുകൊണ്ട് ഇത് എല്ലാം ഒഴിഞ്ഞു വീണിട്ട് അവിടുത്തെ കൃഷി ഇനിക്കും അതുപോലെ തന്നെ മധൂർ പഞ്ചായത്തിൽ ജലസമ്പത്ത് ഇത് സ്രോതസ് ഇതൊറ്റ മധുവാഹിനി പുഴയാണ് ഇതിനുള്ളത്. ഒരു 8 വാർഡുകൾ അതിനെ മലിനപ്പെടും. ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇതിന് എന്ത് വന്നാലും ഇതിനെ ഞങ്ങൾ അനുമതി തരില്ല എന്നുള്ള ഒരൊറ്റ ഇതെല്ലാം ഞങ്ങൾ. യഥാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരണം സംഭവിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെയും BJPയുടെയും നേതാക്കളും കൗൺസിലർമാരും പരസ്പരം നടത്തിയ പോർവിളികളും സംസാരവുമൊക്കെ സൂചിപ്പിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഈ പ്രശ്നത്തിൽ ഒളിഞ്ഞുകിടക്കുന്നു എന്നതാണ്. എഗ്രിമെന്റ് ഉണ്ടാക്കിയെന്നല്ലാതെ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ടുള്ള യാതൊരു നടപടിയും മുനിസിപ്പാലിറ്റിയിൽ തുടങ്ങിയിട്ട് വരെയില്ല. അതെല്ലാം ഇവിടെ ചെയ്യാൻ എന്ന് പറഞ്ഞ ഒന്നും ചെയ്തിട്ടുമില്ല. മണ്ണിട്ട് മൂടാനും പിന്നെ വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കും, വേസ്റ്റ് വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്തിട്ടുമില്ല മുനിസിപ്പാലിറ്റി. പ്ലാന്റ് ഉണ്ടാക്കാനുള്ള നടപടിയും ചെയ്തിട്ടില്ല. മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്തില്ല എന്നാണ് എന്റെ അർത്ഥം. പ്ലാന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ചെലവാക്കാൻ പറ്റില്ല. കാരണം ഏത് രീതിയിലാണ് ചെലവാക്കുന്നത്? പ്ലാന്റ് ആയി പിന്നെ ഈ പൈസ മൊത്തം സർക്കാർ അവിടെ തന്നെ ഉണ്ടാവുമല്ലേ കാശ്. ഇത് വർഷം ആകുമ്പോൾ ജനങ്ങളെ നിന്ന് പിരിച്ചെടുത്ത ടാക്സ് അടച്ച കാശ് ഇതൊക്കെ 20-30 ലക്ഷം ഉണ്ടാവും. അത് ഈ ചെറിയ ഒരു പൈപ്പ് ഇടാനാകുമ്പോൾ 50,000, ഒരു ചെറിയ പൈപ്പ് ഇടാനാകുമ്പോൾ ഇവിടെ ഒരു 3 പൈപ്പ് വെച്ചിട്ട് 75,000. ഇങ്ങനെയാണ് പേപ്പറിലും കാര്യം നമുക്ക് കാണാം. അപ്പൊ ഈ പൈസ ചെലവാക്കണമല്ലോ. പൈസ ചെലവാക്കാൻ വേണ്ടി ഇവർ ഇതിൽ മാറ്റിക്കഴിഞ്ഞാലോ പുതിയ പ്ലാന്റ് ആയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കൂല. സ്ഥലം MLA നമ്മളിവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ 1-2 പ്രാവശ്യം സ്ഥലം സന്ദർശിച്ചിരുന്നു. അതിൽ നിന്ന് ആക്ഷൻ കമ്മിറ്റിക്ക് MLA വാഗ്ദാനം നൽകിയത് കേളകുട്ടയിലെ ട്രഞ്ചിങ് ഗ്രൗണ്ട് പൂർണ്ണമായും മാറ്റുന്നതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് ഒരു പൂന്തോട്ടം നിർമ്മിച്ചു തരാമെന്ന് MLAയുടെ വാഗ്ദാനത്തിൽ പെടുന്നതാണ്. വളരെ ദുഃഖകരവും പരിതാപകരവുമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഴയൊന്ന് ശക്തിപ്പെട്ടാൽ രോഗങ്ങളുടെയും ദുരന്തങ്ങളുടെയും പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊന്നും പരിചയമില്ലാത്ത രീതിയിലുള്ള രോഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികൾക്ക് ഡോക്ടർമാർക്കും ഇത് കൊയ്ത്തുകാലം കൂടിയാണ്. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നും സംഭവിച്ചത് എന്നും വിശേഷ ബുദ്ധിയുള്ള നാം കണ്ടെത്തേണ്ടതാണ്. രോഗങ്ങളുടെ മുഴുവൻ പാപഭാരവും നിസ്സാര ജീവിയായ കൊതുകിന്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടുവാൻ പരിശ്രമിക്കുകയാണ് നമ്മൾ. അല്ലെങ്കിൽ കാലാവസ്ഥയെ പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. മഴയും കാലാവസ്ഥാ വ്യതിയാനവും ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ടല്ലോ. കുറച്ചകലെ ചേർത്തലയിൽ ഇതുപോലെ ഒരു നാട് മുഴുവനും രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ആളുകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായപ്പോൾ അവിടെ നടത്തിയ സർവേ തെളിയിക്കുന്നത് മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ വരുത്തിയ വീഴ്ചയും വൃത്തിരാഹിത്യവുമാണ് എന്നാണ്. വൻ നഗരങ്ങളിൽ തുടങ്ങി നഗരമാവാൻ കൊതിക്കുന്ന ഉൾപ്രദേശങ്ങളിൽ വരെ ഒരേപോലെ
ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് മാലിന്യങ്ങളുടെ കൂമ്പാരം. പ്ലാസ്റ്റിക് മുതൽ ആഹാരാവശിഷ്ടങ്ങൾ വരെ നീളുന്ന മാലിന്യം ടൺ കണക്കിനാണ് ഓരോ ചതുരശ്ര കിലോമീറ്റർ ഭാഗത്തും ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഉപേക്ഷിക്കപ്പെടുന്നത്. സ്വന്തം വീട്ടിലെ അഴുക്കുകൾ ആളൊഴിഞ്ഞ അന്യന്റെ പറമ്പിൽ നിക്ഷേപിക്കുന്നതാണ് മലയാളിയുടെ നടപ്പുശീലം. അതിന് കഴിയാതെ വന്നാൽ പിന്നെ സർക്കാരിന്റെ പറമ്പിൽ ഉപേക്ഷിക്കുക. അങ്ങനെ നമ്മുടെ ഇടുങ്ങിയ തകർന്ന റോഡുകൾ മാലിന്യങ്ങളുടെ വൻ കൂമ്പാരങ്ങളാകുന്നു. ഇരുപത് കൊല്ലം ശേഷം കുറച്ച് വിഷമിച്ചു. പക്ഷെ ഇപ്പോൾ ആടെ ഇത് മാലിന്യം ഇടാൻ ജാഗയില്ലാത്ത പരിസ്ഥിതി വന്നു. പിന്നെ മോണിറ്ററിംഗ് കമ്മിറ്റി അപ്പോൾ വിളിച്ചിട്ട് നമ്മളോട് 1 കൊല്ലം 2 കൊല്ലം ഇങ്ങനെ ടൈം എടുത്ത് ഇനി 8 മാസം ഉണ്ട് അവർക്ക് മാലിന്യം ഇടാൻ ടൈം. പക്ഷെ അവർ പറയുന്ന റോഡുണ്ടായി റൗണ്ട് റോഡെല്ലാം ഫുള്ളായി. ഇപ്പൊ JCB ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മ കുറച്ച് തോണ്ടുന്നു. പക്ഷെ അവർ നമുക്ക് എഴുതിയിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ JCB നമ്മ ഉള്ളിലേക്ക് കൊണ്ടുവന്നില്ല. ചിലപ്പോൾ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ പെർമിഷൻ ആക്ഷൻ കമ്മിറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ കൊണ്ടുവന്നില്ല വരുന്ന ഒരു ഇത് നമുക്ക് ഉറപ്പ് എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട് സീലിറ്റിട്ട് സെക്രട്ടറി. കേളുകുഡേ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കലിയിളകും. മാലിന്യം പേറേണ്ടി വന്ന ഒരു നാടിന്റെ നടുവിൽ ശുദ്ധവായുവും ശുദ്ധജലവും ആരോഗ്യമുള്ള ഒരു ദിനവും സ്വപ്നം കാണുന്ന ഒരു ജനതയോട് പുഞ്ചിരിക്കാൻ പോലും നമ്മുടെ അധികാരികൾക്ക് താൽപര്യമില്ല. അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അധികാരികൾക്ക് കലിതുള്ളും. കുപ്പിയുടെ കാര്യവും കെട്ടിട മാഫിയകളുടെ കാര്യവും അവർ ഓർത്തു പറയും. നഗരം മാലിന്യമുക്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അധികാരികൾ തൊട്ടടുത്ത ഗ്രാമം മാലിന്യ കൂമ്പാരമാവുന്നത് അവർ കാണുന്നില്ല. അങ്ങനെ തുച്ഛമായി വരുന്ന ഈ നഗരപ്രദേശത്ത് 2-3 വണ്ടികളിൽ വരുന്ന മാലിന്യങ്ങൾ അവിടെ ആ മാലിന്യങ്ങളെ സംസ്കരിക്കുന്ന 3 വണ്ടി ഇട്ടാൽ 3 വണ്ടി മണ്ണിട്ടത് അത് സംസ്കരിക്കും നിരന്തരമായി. ഇത് പിന്നെ അവിടെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ ഈ സ്ഥലം കാസർഗോഡ് മുനിസിപ്പാലിറ്റിന്റെ ഉടമസ്ഥയിലുള്ള മുനിസിപ്പൽ വാർഡില് തൊട്ടടുത്ത പഞ്ചായത്തിലെ ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നഗരവാസികളെപ്പോലെ ഞങ്ങളും മനുഷ്യരല്ലേ എന്നവർ ചോദിക്കുന്നു. ഇവിടെ ഇട്ടിട്ട് പോവുക ചെയ്യാത്. പക്ഷെ അതിന്റെ മുകളിലൊരു മണ്ണിട്ട് ഇതാക്കുക കുഴി ഒന്നും ചെയ്യുന്നില്ല. അവർ കുഴി മണ്ണിട്ട് മൂടുക ഒന്നും ചെയ്യുന്നില്ല. മുഴുവനായിട്ടും ഇവിടെ ഡംപ് ചെയ്ത് അവർ അതുപോലെ തന്നെ തിരിച്ചു പോകും. ഇപ്പൊ ഞങ്ങൾക്ക് അതിലെ മാർഗത്തിൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആയിട്ടുണ്ട്. അതിന്റെ വെള്ളമല്ല അതിന്റെ ഉള്ളിലത്തെ വെള്ളം പുറത്ത് വരുന്നു, മാർഗത്തിൽ കൂട്ടിയിട്ട് വരുന്നു. പുതുവെല്ലാം മിന്നാന്ന് കുറെ വരുന്നുണ്ടായി പുതു. ഇപ്പൊ ഈ ചെരുപ്പെല്ലാം ഇടാത്ത മനുഷ്യന്മാരെല്ലാം എങ്ങനെ പോകുന്നതില് കുടുംബക്കാർ വന്നെങ്കിൽ ആരും വെള്ളം പോലും കുടിക്കുന്നില്ല.